ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 29 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ക്ലൈംസ് അപ്പ് 11 സ്ലോട്ട്സ് ടു ബി എമംഗ് ടോപ്പ് 50 കൺട്രീസ് ഇൻ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. അപ്പോൾ ഇന്ത്യ 11 സ്പോർട്സ് ആണ്, 11 റാങ്കാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ടു ബി എമംഗ് ടോപ്പ് 50 കൺട്രീസിൽ വരാൻ വേണ്ടിയിട്ട് 11 സ്പോട്ട് ക്ലൈംബ് ചെയ്തിട്ട് ഇന്ത്യ ടോപ്പ് 50 വന്നിരിക്കുകയാണ്. കൺട്രീസ് ഇൻ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ടോപ്പ് 50 അകത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ 49th പൊസിഷനിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. അപ്പോൾ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്ത 21 നവംബർ 2024 ആസ് അഗെയിൻസ്റ്റ് 60th റാങ്ക് സ്കോർഡ് ഇൻ NRI 2023. അപ്പോൾ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2023 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 60 ആയിരുന്നു. ഇപ്പോൾ അത് ഇംപ്രൂവ് ആയിട്ട് 11 റാങ്ക് മുകളിലേക്ക് വന്നിട്ട് ഇന്ത്യ 49th പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഇൻ ഇറ്റ്സ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് 2024, ദ റിപ്പോർട്ട് മാപ്സ് ദ നെറ്റ്വർക്ക് ബേസ്ഡ് റെഡിനെസ് ലാൻഡ്സ്കേപ്പ് ഓഫ് 133 എക്കണോമീസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസസ് ഇൻ 4 ഡിഫറെൻറ്റ് പില്ലേഴ്സ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. ഒരു പേജിലും കൂടിയായിട്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചുവെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പേജിലാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI raises 50,000 crore rupees through bonds in financial year 25. അപ്പോൾ SBI ടോട്ടലായിട്ട് 50,000 crore rupees ആണ് ബോൺസ് വഴി റേസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഇയർ 25. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിത്ത് ദ റേസിംഗ് ഓഫ് 10,000 crore rupees ഫ്രം ഇൻഫ്രാ ബോൺസ്, SBI's ടോട്ടൽ ഫണ്ട് റേസ് ഹാസ് ടച്ച്ഡ് 50,000 crore rupees so far during the current financial year. The country's biggest lender, State Bank of India, earlier this month had raised 10,000 crore rupees through its 7th infrastructure bond issuance. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ദ ബാങ്ക് ഗാർണേഡ് 5,000 crore rupees AT1 bonds, 15,000 crore rupees Tier 2 bonds and 30,000 crore rupees long-term bonds till date during financial year 25 at a very competitive rate, SBI said in a statement. All these issues have attracted overwhelming responses from investors and were oversubscribed by more than 2 times against the respective base issue size. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. E-Courts project implemented by Department of Justice in collaboration with the E-Committee, Supreme Court of India. അപ്പോൾ E-Courts project ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇൻ കൊളാബറേഷൻ വിത്ത് E-Commerce സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ആസ് പാർട്ട് ഓഫ് ദ നാഷണൽ ഗവർണൻസ് പ്ലാൻ, E-Courts മിഷൻ മോഡ് പ്രൊജക്ട് ഈസ് അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ ഫോർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, development of the Indian judiciary based on the national policy and action plan for implementation of information and communication technology in the Indian judiciary. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ പീയൂഷ് ഗോയൽ ലോഞ്ചസ് CII's ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് പോർട്ടൽ. അപ്പോൾ പീയൂഷ് ഗോയൽ CIIയുടെ CII ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് പോർട്ടൽ ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. യൂണിയൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ശ്രീ പീയൂഷ് ഗോയൽ ലോഞ്ച്ഡ് ദ CII ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് പോർട്ടൽ ഫോർ ഗെറ്റിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു ഇന്ത്യാസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ടു റിസീവ് ആൻഡ് ട്രാക്ക് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്. അപ്പോൾ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് എ സെൻട്രലി സ്പോൺസേർഡ് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം for providing financial, technical and business support for upgradation of micro food processing enterprises in the country. The scheme is operational
for a period of 5 years from 2020 to 21 to 25 to 26. അപ്പോൾ ഇത് ഓപ്പറേഷനിൽ ആവുന്നത് 2021 പീരീഡിൽ നിന്നും 25-26 പീരീഡിലേക്കാണ്. വിത്ത് ആൻ ഔട്ട്ലേ ഓഫ് 10,000 crore rupees. The scheme aims to enhance the competitiveness of existing individual micro enterprises in the unorganized segment of the food processing industry and promote formalization of the sector. അപ്പോൾ അതിൻ്റെ ഫോർമലൈസേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ലാസ്റ്റ് പേജാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NCB signs 2 landmark MOUs for advancing decarbonization and technological innovation in cement industry. അപ്പോൾ the National Council for Cement and Building Materials, an organization under the administrative control of a Department for a Promotion of Industry and Internal Trade, Ministry of Commerce and Industry, signed 2 memorandums of understanding during the 18th NCB International Conference and Exhibition on Cement and Concrete held at Yashabhumi IICC Dwaraka. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ്. അപ്പോൾ ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഏകലവ്യ എന്നുള്ള പേരിലുള്ള ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏത് രാജ്യത്തിൻ്റെ ആർമി, അത് ഇന്ത്യൻ ആർമി എന്ന് എല്ലാവർക്കും അറിയാം, ഏകലവ്യ എന്നുള്ള പേരും തന്നുവെങ്കിൽ, പക്ഷേ ആ ആപ്പിൻ്റെ ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഏകലവ്യ എന്നാണ് അതിൻ്റെ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഈ പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെബി അനൗൺസസ് ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫ്രം 1st April 2025. അപ്പോൾ സെബി ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 1st April 2025 മുതൽ അത് പ്രാബല്യത്തിൽ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. The Securities and Exchange Board of India announced the interoperability of stock exchanges to ensure business continuity in face of technical glitch or an outage. The interoperability for cash derivatives, currency derivatives and interest rate derivatives will be effective from April 1, 2025. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഓപ്പറബിൾ ആവുന്നത് 1st April 2025 മുതൽക്കായിരിക്കും. അതായത് ന്യൂ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ദിവസം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് നെയിംസ് നന്ദ് കിഷോർ ആസ് MD ആൻഡ് CEO. അപ്പോൾ SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അമുന്തി അമുന്തി എന്ന് പറയുന്ന യൂറോപ്സ് ലാർജസ്റ്റ് അസറ്റ് മാനേജറാണ്. ഹാസ് നെയിംഡ് നന്ദ് കിഷോർ ആസ് ഇറ്റ്സ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് നെയിം ചെയ്തിരിക്കുന്നത് നന്ദ് കിഷോർ ആണ്. അപ്പോൾ ഇത് SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെയും അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അമുന്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അമുന്തിയുടെ എന്താ പറയുക ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. SBI ഫണ്ട്സ് മാനേജ്മെൻറ്റും അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അമുന്തിയുടെ ജോയിൻറ്റ് വെഞ്ചറായ SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആൻഡ് MD ആയിട്ട് നന്ദ് കിഷോറിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഐഡിയൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ജോയിൻ ഹാൻഡ്സ് വിത്ത് റിസ്കവറി ടു ലോഞ്ച് ഡിജിറ്റൽ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഐഡിയൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് റിസ്കോർവി ആയിട്ട് ടു
ലോഞ്ച് ഡിജിറ്റൽ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഐഡിയൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്, വൺ ഓഫ് ഇന്ത്യസ് ലീഡിംഗ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേംസ്, ഹാസ് പാർട്ട്നേർഡ് വിത്ത് ഇൻഷുർടെക് പ്ലാറ്റ്ഫോം റിസ്കോർവി ടു ഇൻട്രൊഡ്യൂസ് എ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് digital insurance distribution platform. This collaboration significantly shifts from traditional offline processes to a fully digital and customer-centric approach. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.